ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയെടുക്കട്ടെ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. നിങ്ങളെ കയ്യിൽ ഇടിയപ്പത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് എടുക്കാം. പാക്കറ്റ് പൊടിയില്ലേ, അതെടുത്താലും മതിയാവും കേട്ടോ. പിന്നെ ഇതില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മളെ പുഴുങ്ങലരിയില്ലേ, ആ ഒരു അരി കൊണ്ടും ചെയ്തെടുക്കാം കേട്ടോ. പുഴുങ്ങലരിൻ്റെ പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പുഴുങ്ങലരി കുതിർത്ത് വെച്ചിട്ട് അരച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. ഇതിന് അങ്ങനെ അളവും കാര്യങ്ങളൊന്നുമില്ല. ഞാനൊരു സുമാറ് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. 2 ഗ്ലാസ് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ, കുപ്പി ഗ്ലാസ്, അതിൻ്റെ 2 ഗ്ലാസ്സിനാണ് പൊടിയെടുത്തത്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ്, ഹാർട്ടോ സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് ചെറിയ ജാറിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. 2-3 കൊന്ത് മാത്രം മതി കേട്ടോ. അത്രയും മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് എന്നിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലോണം അരയേണ്ട ആവശ്യമില്ല, അതുപോലെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അരിപ്പൊടിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കളന്തിയെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കളന്തുന്നില്ലേ, അതുപോലെ തന്നെ കളന്തിയെടുക്കാം. വെള്ളം കുറേ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിത് കുഴച്ചെടുക്കാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് അത്യാവശ്യം നല്ലോണം ചൂടായി വന്നോട്ടെ. നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നാലാണ് നല്ല പദം ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് കളന്തി എടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കളന്തി എടുക്കുക. പിന്നെ നിങ്ങൾ പുഴുങ്ങലരിൻ്റെ പൊടിയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. പച്ചവെള്ളത്തിൽ കുഴച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും വെള്ളം എത്തിയതിന് ശേഷം നമുക്ക് നേരത്തെ അടിച്ച് വെച്ച ആ ഒരു മല്ലിച്ചപ്പിൻ്റെ കൂട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജാറിലേക്ക് കുറച്ച് ചൂടുവെള്ളമാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഇത് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു മല്ലിച്ചപ്പും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ മിക്സില്ലേ, അത് എല്ലാ ഭാഗത്തും എത്തുന്നവരെ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നതിന് ശേഷം ഇത് ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അരിപ്പൊടി നല്ലോണം തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇങ്ങനെ കയ്യിലെടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഉരുട്ടിയിട്ട് നമുക്ക് പരത്താൻ കഴിയണം കേട്ടോ. ഇനി നമ്മളിത് ആ മല്ലിച്ചപ്പ് അടിച്ച അതേ ജാറ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചും കൂടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കട്ടെ. 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് മാത്രമാണ് ചേർത്ത് കൊടുത്തൊരു 1/4 ടീസ്പൂൺ കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറേയൊന്നും ആവശ്യമില്ല. നമുക്ക് അരയേണ്ട പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് അരച്ച് കിട്ടേണ്ടത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. നല്ല നൈസാക്കിയിട്ട് തന്നെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം തന്നെ കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ഇവിടെ നല്ലോണം തന്നെ കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഈ ഒരു സമയം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മീനാണ്. നമ്മൾ ഫ്രൈ ആക്കി വെച്ച മീനുണ്ട് കേട്ടോ. ഇതേപോലെ പൊടിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വെളിച്ചെണ്ണ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഫ്രൈ ആക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻ എന്ന് പറയുന്നത് കണയൻ മീനാണ് കേട്ടോ. നമ്മളിവിടെ കണയൻ എന്നാണ് പറയുക. ചിലയിടത്തിൽ മങ്കട എന്നൊക്കെ പറയുന്നത് കേൾക്കാം. നമ്മളിവിടെ പറയുക കണയൻ മീൻ എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പ് മീനായാലും നിങ്ങൾക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അയില മീനായാലും അതുപോലെ തന്നെ ചെമ്മീൻ കൊണ്ടൊക്കെ ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഉള്ളി നല്ലോണം മുരിഞ്ഞതിന് ശേഷം നമുക്ക് മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ ഒരു എണ്ണയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം ഒന്ന് പൊടിഞ്ഞോട്ടെ കേട്ടോ. ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ മുള്ളു ഭാഗമൊക്കെ ഒഴിവാക്കി കളയണേ. എന്നതിന് ശേഷം അത് നമ്മൾ ഇറച്ചി ഭാഗം മാത്രം നോക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്.
ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഗരം മസാലപ്പൊടി നമ്മളിവിടെ തന്നെ പൊടിച്ചതാണ് കേട്ടോ. നമ്മളിതിലേക്ക് വേറെ പൊടിയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഗരം മസാലപ്പൊടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലത്തെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഗരം മസാലപ്പൊടി ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താലും മതി, നല്ല ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഇതിലൊരു നമ്പർ കൊടുക്കുന്നുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ചോട്ടോ. അപ്പോൾ നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു ഉള്ളിയും അതുപോലെ തന്നെ മീനും എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക, നല്ലോണം തന്നെ മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് ഞാൻ മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ ചോറിനൊക്കെ പൊരിക്കുന്നില്ല, അതുപോലെ തന്നെ പൊരിച്ചെടുത്തതാണ് കേട്ടോ മീൻ. അതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ആ ഒരു സമയത്ത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു കസൂരി മേത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം വഴറ്റി കൊടുക്കുക. ഇത്രയും മതിയാവും. നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ലാസ്റ്റ് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു ചമ്മന്തിയിലെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടാവും. കുറച്ച് നേരം ഇത് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കട്ടോ. ഇത് ഈ ഒരു ചമ്മന്തി എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കട്ടോ. ഇനി ഇതേപോലത്തെ ഒരു ആവശ്യപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വാഴൻ്റെ ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ മാവ് കുറേശ്ശെ എടുത്തിട്ട് കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കട്ടോ. നമ്മൾ അടക്കമൊക്കെ പരത്തുന്നില്ലേ, കുറച്ച് കട്ടി നിന്നോട്ടെ, അധികം കട്ടി വേണ്ട കേട്ടോ. ഈ ഒരു ടൈപ്പിൽ നമ്മൾ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ പരത്തുന്നില്ല, അതുപോലെ തന്നെ പരത്തി കൊടുക്കുക. എന്നിട്ട് മസാലക്കൂട്ട് നടുവിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ അട ഒട്ടിക്കുന്നില്ലേ, അതുപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ആവിച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ നമ്മൾ ഉന്നക്കായ് ആക്കുന്നില്ലേ, അതുപോലെ തന്നെ ആക്കിയെടുക്കുക. ഓരോന്ന് ഇതേപോലെ ചെയ്തിട്ട് വാഴൻ്റെ ഇലയിലേക്ക് വെച്ച് കൊടുക്കുക, ആവിച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്തതും കൂടി ഇതേപോലെ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് നടുവിലായിട്ട് നമുക്ക് മിക്സിങ് വെച്ച് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് എണ്ണയിൽ പൊരിക്കണേ പൊരിച്ചെടുക്കുക, അല്ലെങ്കിൽ ആവിച്ചമ്പിൽ വേവിച്ചെടുത്തിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ്, എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ആക്കി കൊടുക്കുക. എന്നതിന് ശേഷം നമുക്ക് ആവിച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇതേപോലെ ഉരുട്ടാൻ അറിയാത്തവർക്ക് വാഴൻ്റെ ഇലയിൽ വെച്ചിട്ട് അട പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിച്ചമ്പി വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്ക് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് വെളിച്ചെണ്ണേൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അധികം വെളിച്ചെണ്ണ വേണമെന്നില്ല, ഒന്ന് ഫ്രൈ പാനിലിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്, എന്നിട്ട് നിങ്ങളെ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.